ഓക്കെ, മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എ സ്റ്റീൽ റിംഗ് ഓഫ് 25 cm diameter and of circular cross section 3 cm in diameter has an air gap of 1.5 mm length. It is wound uniformly with 750 turns of wire carrying a current of 2.1 ampere. Calculate first one mmf, second one magnetic flux, third one flux density in the air gap, fourth one relative permeability of steel ring. Assume that iron path takes about 35% of total magnetomotive force. Okay, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അസ്യൂം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് വായിച്ചു നോക്കുക, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. ഓക്കെ, ഡയമീറ്റർ ഓഫ് റിംഗ് തന്നിട്ടുണ്ട്, സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, എയർ ഗ്യാപ്പിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ എടുത്തെഴുതുക. ഓക്കെ, ഓക്കെ, നമ്മൾ ഡേറ്റാസ് എല്ലാം എഴുതി വയ്ക്കുക. അതിനെ നമ്മൾ നമ്മുടെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തും എഴുതി വയ്ക്കണം. ഇത് ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ, ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട എം എം എഫ് ആണ്. എം എം എഫ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? എം എം എഫ് കണ്ടുപിടിക്കാൻ എം എം എഫ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എം എം എഫ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഐ എന്ന് പറയുന്ന ഇക്വേഷൻ. എം എം എഫ് ഈക്വൽ ടു എൻ ഐ എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. കാര്യം നമ്പർ ഓഫ് ടേൺസ് കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ 750 ഇൻറ്റു 2.1 നമുക്ക് 1575 ആംബിയർ ടേൺസ് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന എം എം എഫിൻ്റെ വാല്യൂ. എം എം എഫ് നമുക്ക് അത്രയും കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു അസംഷൻ കണ്ടോ? അയൺ പാത്ത് ടേക്സ് അബൌട്ട് 35% ഓഫ് ടോട്ടൽ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അയൺ പാത്തിൽ കൂടെ 35% എടുക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ 35% അയൺ പാത്തിലാണെങ്കിൽ ബാക്കി ഉള്ള 65% ഏതായിരിക്കും? എയർ ഗ്യാപ്പിലായിരിക്കും. ഓക്കെ, ബാക്കിയുള്ള 65% എയർ ഗ്യാപ്പ്. അപ്പോൾ നമുക്ക് ആ ഇത് കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. എം എം എഫ് 35% ത്രൂ എം എം എഫ് 35% ത്രൂ അയൺ പാത്ത്, ത്രൂ അയൺ പാത്ത്. ഓക്കെ, അയൺ പാത്തിലൂടെയുള്ള എം എം എഫ്. ഓക്കെ, അയൺ പാത്തിലൂടെ എം എം എഫ് എത്രയാണ്? 35% ആണ്. സോ 1575 ഇൻറ്റു ആൻഡ് 35%. ആൻഡ് 35% കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 551.25 ആംബിയർ ടേൺസ്. ഓക്കെ, ആംബിയർ ടേൺസ്, അത്ര ആംബിയർ ടേൺസ് കിട്ടുന്നു. അതുപോലെ തന്നെ ബാക്കി 65% ആണല്ലേ എം എം എഫ്. 65% ത്രൂ ഏതിൽ കൂടെയാണ്? എയർ ഗ്യാപ്പ് അല്ലെങ്കിൽ എയർ ഗ്യാപ്പ്. അതെത്രയാണ്? ഇതിൻ്റെ 65%. ഓക്കെ, 65 അത് നമുക്ക് ചെയ്യുമ്പോൾ 1023.75 ആംബിയർ ടേൺസ്. ഓക്കെ, അപ്പം എയർ ഗ്യാപ്പിൽ കൂടെയുള്ള ആംബിയർ ടേൺസ് നമുക്ക് കിട്ടി, അതില്ലെങ്കിൽ നമുക്ക് കിട്ടി. അയൺ പാത്തിൽ കൂടെയുള്ള നമുക്ക് കിട്ടി, ടോട്ടലും നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കണം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കണം? രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എന്തോ മാഗ്നറ്റിക് ഫ്ലെക്സ് കണ്ടുപിടിക്കണം, ഫ്ലെക്സ് ഡെൻസിറ്റി ഇൻ ദി എയർ ഗ്യാപ്പ് കണ്ടുപിടിക്കണം, റിലേറ്റീവ് പെർമിയബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലെക്സ് ഡെൻസിറ്റിയുടെ റിലേഷൻ നമുക്ക് നോക്കാം. ഫ്ലെക്സ് ഡെൻസിറ്റി എയർ ഗ്യാപ്പിൻ്റെ ആണെങ്കിൽ ബി ജി. ഇവിടെ നമ്മൾ ലീക്കേജ് ഫ്ലെക്സിൻ്റെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, ലീക്കേജ് ഫാക്ടർ ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് അത് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, ബി ജി ഈസ് ഈക്വൽ ടു μ0 μr എച്ച് ജി ആണ് അല്ലേ? μ0 μr ഇൻറ്റു എച്ച് ജി ആണ്. എച്ച് ജിയുടെ വാല്യൂസ് നമുക്ക് എച്ച് ജി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എച്ച് ജി ഈസ് ഈക്വൽ ടു എം എം എഫ് ബൈ എൽ, അല്ലെങ്കിൽ എ ടി ജി ഡിവൈഡഡ് ബൈ എൽ ജി, ആംബിയർ ടേൺസ് ത്രൂ
എയർ ഗ്യാപ്പ് ഡിവൈഡ് ബൈ എൽ ജി. ഓക്കെ, അതായിരിക്കും എച്ച് ജി എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ബി ജി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ മ്യൂ ആർ, എച്ച് ജിക്ക് പകരം ആംബിയർ ടേൺസ് എയർ ഗ്യാപ്പ് ഡിവൈഡഡ് ബൈ എൽ ജി കൊടുക്കുന്നു. എയർ ഗ്യാപ്പ് ആണ്. എയർ ഗ്യാപ്പിന്റെ കേസിൽ മ്യൂ ആർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ നമുക്കിതിന് മ്യൂ സീറോ ഇൻറ്റു എ ടി ജി ഡിവൈഡഡ് ബൈ എൽ ജി എന്ന് എഴുതാം. മ്യൂ സീറോയുടെ വാല്യൂ നമുക്കറിയാം 4 π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു എ ടി ജി, എയർ ഗ്യാപ്പിൽ കൂടെ ഉള്ളത് 1023.75 ഡിവൈഡഡ് ബൈ എൽ ജി. എയർ ഗ്യാപ്പിന്റെ ലെങ്ത് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, 1.5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 1.5 സെന്റിമീറ്ററിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട് 1.5 ഇൻറ്റു 10⁻³ ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.858 ടെസ്ല ആണ് കിട്ടുന്നത്. 0.858 ടെസ്ല നമുക്ക് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എയർ ഗ്യാപ്പ്. പിന്നെ നമുക്ക് ലീക്കേജിൻ്റെ കേസൊക്കെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. ഫ്ലെക്സ് ഡെൻസിറ്റി ഇൻ അയൺ ബാത്ത്, ഇപ്പോൾ അത് നെഗ്ലക്ട് ചെയ്യുന്ന കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മളത് നെഗ്ലക്ട് ചെയ്യണം. ഓക്കെ, ലീക്കേജ് നെഗ്ലക്ട് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് രണ്ടും ഈക്വലായിട്ട് എടുക്കാം. ഓക്കെ, ഇതൊക്കെയാണ് അയൺ പാത്തിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സും എയർ ഗ്യാപ്പിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സും ഈക്വലായിട്ട് എടുക്കുന്നു. അതിൻ്റെ കണ്ടീഷൻ കാരണം ഇതാണ്, നമ്മൾ ലീക്കേജിൻ്റെ കേസ് നെഗ്ലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് രണ്ടും എന്തിരിക്കും 0.85 0.858 ടെസ്ലയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഫ്ലെക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഫ്ലെക്സ് എന്ന് പറയുന്ന 5 = 5G. 5G ആണെങ്കിൽ ബി ജി ഇൻറ്റു ഏരിയ എ ജി ഈസ് ഈക്വൽ ടു, എ ജി കണ്ടുപിടിക്കണം. എ ജി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബി ജി നമ്മുടെ കയ്യിലുണ്ട്, 0.858 ഇൻറ്റു എ ജി വേണം. ഓക്കെ, എ ജി എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? എ ജി തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ല, ക്വസ്റ്റ്യനകത്ത് എ ജി തന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ, നമ്മൾ ആ എയർ ഗ്യാപ്പിലുള്ള ആ ഒരു ക്രോസ് സെക്ഷൻ്റെ കേസ് നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലയോ? 3 അതിൻ്റെ ഡയമീറ്റർ 3 ആന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആ എയർ ഗ്യാപ്പിൻ്റെ ഡയമീറ്റർ 3 ആന്ന് തന്നിട്ടുണ്ട്. ആ ക്രോസ് സെക്ഷൻ്റെ ഡയമീറ്റർ 3 ആന്ന് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എ ജി കണ്ടുപിടിക്കാം. എ ജി കണ്ടുപിടിക്കുന്ന എങ്ങനെ എ ജി കണ്ടുപിടിക്കുന്നത്? ഓക്കെ, നമുക്കിവിടെ ഇവിടോട്ട് എ ജി കണ്ടുപിടിക്കാം. എ ജി ഈസ് ഈക്വൽ ടു ഏരിയ ആണ്. നമുക്ക് πr² എന്ന ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡയമീറ്റർ തന്നിട്ടുണ്ട് π/4 ഇൻറ്റു d² എന്നുള്ള ഇക്വേഷൻ. ഇപ്പോൾ π/4 ഇൻറ്റു ഡി ക്വസ്റ്റിന് തന്നിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇൻറ്റു 10⁻². അപ്പോൾ d² ആണ്. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് 0.0007 m² എന്ന് കിട്ടും. ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 5G കണ്ടുപിടിക്കാനായിട്ട്. 0.858 ഇൻറ്റു 0.0007 അത് ചെയ്യുമ്പോൾ നമുക്ക് 5G കിട്ടും. 5G കിട്ടുന്നത് 0.6 എന്നാണ്. 0.6 മില്ലി വെബർ എന്നായിരിക്കും കിട്ടുന്നത്. 0.6 മില്ലി വെബർ എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.6 മില്ലി വെബർ എന്നാണ്. അപ്പോൾ നമുക്ക് 5G നമുക്ക് കിട്ടി. ഓക്കെ, 5G നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്ലെക്സ് ഡെൻസിറ്റി കണ്ടുപിടിച്ചു. ഇനി റിലേറ്റീവ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് മ്യൂ ആർ ആണ് അല്ലേ? മ്യൂ ആറിൻ്റെ റിലേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മ്യൂ ആർ എന്ന് പറയുന്നത് മ്യൂ ആർ ഇസ് ഈക്വൽ ടു, മ്യൂ ആർ വരുന്ന ഇക്വേഷൻ ഏതൊക്കെയാണ്? മ്യൂ ആർ വരുന്ന ഇക്വേഷൻ നമുക്ക് ബിയുടെ ഇക്വേഷൻ നോക്കാം. ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എച്ച്. മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എച്ച് എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മ്യൂ ആറിനെ എങ്ങനെ എഴുതാം? മ്യൂ ആർ ഇസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ മ്യൂ സീറോ എച്ച് എന്ന് എഴുതാം അല്ലേ? അങ്ങനെ എഴുതാലോ.
റിലേറ്റീവ് പെർമിയബിലിറ്റി നമുക്ക് എയറിന്റെ കേസിലില്ല, എയറിന് 1 ആണ്. സോ നമ്മളിവിടെ റിലേറ്റീവ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കുന്ന അയണിന്റെ ആയിരിക്കും. ഓക്കെ, അപ്പം BI ആണ്, HA ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ചേഞ്ച് ചെയ്യാം. എങ്ങനെ എഴുതാം? എച്ചിന്റെ ഇക്വേഷൻ എന്താണ്? എച്ചിന്റെ ഇക്വേഷൻ H = നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. ഇൻ ടേംസ് ഓഫ് അയണിന്റെ ആകുമ്പം 80I / LI. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇക്വേഷൻ എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാം? BI ഡിവൈഡഡ് ബൈ μ0 എച്ചിന് പകരം 80I ഡിവൈഡഡ് ബൈ LI അല്ലേ? LI എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഇക്വേഷൻ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതാം. അറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് BI, that is magnetic flux density of iron, into LI divided by μ0 into 80I. ഓക്കെ, നമുക്ക് ഈ ആംബിയർ ടേൺസ് ഇൻ ടേംസ് ഓഫ് അയണിന്റെ നമുക്കറിയാം, μ0 അറിയാം, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അറിയാം, പക്ഷെ നമുക്ക് LI അറിയത്തില്ല. ഓക്കെ, അയൺ പാത്തിന്റെ അയൺ പാത്തിന്റെ ലെങ്ത് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മളെ ക്വസ്റ്റിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്വസ്റ്റിനകത്ത് കുറച്ച് ലെങ്തുകൾ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഏതൊക്കെ തന്നിരിക്കുന്നത്? ലെങ്ത് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ടോട്ടൽ ആയിട്ടുള്ള ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? 25 സെന്റിമീറ്റർ എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. എയർ ഗ്യാപ്പിന്റെ ലെങ്ത് 1.5 തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ടോട്ടൽ ഡയമീറ്റർ 25 സെന്റിമീറ്റർ ആണ്. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അപ്പം ടോട്ടൽ ആയിട്ടുള്ള ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ആയിട്ട് ഒരു ലെങ്ത് വരുന്നുണ്ട്. ടോട്ടൽ ആയിട്ട് മൊത്തത്തിൽ ഒരു ലെങ്ത് നമുക്ക് സംതിങ് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് എയർ ഗ്യാപ്പിൻ്റെത് കുറച്ച്, ഇത്രയും ഭാഗം എയർ ഗ്യാപ്പാന്ന് വിചാരിക്കുക, ഇത്രയും ഭാഗം എയർ ഗ്യാപ്പിന്റെ ഇത്രയും പോർഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നിരിക്കുന്നത് നമ്മുടെ അയൺ പാത്തിന്റെ എന്ന് പറയുന്നത് അല്ലേ? മൊത്തത്തിലുള്ള ലെങ്തിൽ നിന്ന് എയർ ഗ്യാപ്പിന്റെ ആ ലെങ്ത് കുറയ്ക്കുമ്പോൾ, എയർ ഗ്യാപ്പിന്റെ ലെങ്ത് 1.5 ആണ്. ആ 1.5 മില്ലിമീറ്റർ. ഓക്കെ, ആ 1.5 മില്ലിമീറ്റർ അല്ലെങ്കിൽ 0.0015 മീറ്റർ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ആ അയൺ പാത്ത്. അപ്പൊ നമുക്ക് ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കണം. ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ആ ഡയമീറ്റർ തന്നിട്ടുണ്ട്, സർക്കുലർ റിംഗ് ആണ്. സോ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? L = ടോട്ടൽ ലെങ്ത് L = πd. ഓക്കെ, ആ ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നത്. L = πd. ഓക്കെ, അത് നമുക്ക് സൈഡിൽ കണ്ടുപിടിക്കാം. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് = πd is equal to π into ടോട്ടൽ ഡയമീറ്റർ 25 സെന്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.25 ആവും. 0.25 ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും. എത്ര കിട്ടുന്നത്? ഓക്കെ, നമുക്ക് മൊത്തത്തിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പിന്റെ ലെങ്ത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഓക്കെ, ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് is equal to 1.5 millimeter, that is equal to 0.0015 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് അയണിന്റെ കണ്ടുപിടിക്കാം. ഇപ്പൊ നമുക്ക് π into 0.25. ഓക്കെ, അത് എത്രയാണ് കിട്ടുന്നത്? π into 0.25. അതാണ് നമ്മൾ ടോട്ടൽ ലെങ്ത്. അതിൽ നിന്ന് നമ്മുടെ എയർ ഗ്യാപ്പിന്റെ ലെങ്ത് കുറയ്ക്കാം. ചെയ്ത് നോക്കാം. π into 0.25 നമുക്ക് കിട്ടുന്ന 0.78539. ഈ ഒരു വാല്യൂ കിട്ടുന്നത് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് ആണ് ആ തന്നിരിക്കുന്നത്. ഓക്കെ, ഈ സർക്കുലർ റിങ്ങിന്റെ ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് ആണ് ഇപ്പൊ ഈ കണ്ടുപിടിച്ച് ഇത്രയും മീറ്റർ. ഓക്കെ, ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ എയർ ഗ്യാപ്പ് ആണ്. ആ എയർ ഗ്യാപ്പിന്റെ ലെങ്ത് ആണ് 0.0015. ഇത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ അയണിന്റെ ലെങ്ത്. ലെങ്ത് ഓഫ് അയൺ പാത്ത് LI is equal to ടോട്ടൽ ലെങ്ത് അതായത് 5 into 0.25 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേ മൈനസ് നമ്മുടെ 0.0015. ഓക്കെ, അത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.784 മീറ്റർ എന്നാണ്. 0.784 മീറ്റർ എന്നാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ LI ആണ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സോ μr is equal to BI നമ്മൾ കണ്ടുപിടിച്ചു 0.858. ലീക്കേജ് ഫ്ലക്സിന്റെ കാര്യങ്ങളൊന്നും ഇല്ല, കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സോ
നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ആ നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ബി ജിയും ബി എ ഈക്വൽ ആയത്. ഇൻറ്റു എൽ ഐ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു എത്ര 0.784 ഡിവൈഡഡ് ബൈ മ്യൂ സീറോയുടെ വാല്യൂ 4 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 80 നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യമേ കണ്ടുപിടിച്ചു 80 എന്ന് പറഞ്ഞാൽ 35% ഓഫ് ടോട്ടൽ MMF ആണ്. അത് കണ്ടുപിടിച്ചത് 551 ആണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 972 എന്നായിരിക്കും കിട്ടുന്നത്. റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി. ഓക്കെ, അപ്പം എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മുടെ ആദ്യമേ നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ഡേറ്റാസും കാര്യങ്ങളെല്ലാം എഴുതണം. ഫിഗർ വേണ്ടത് ആണ്, ഫിഗർ വരയ്ക്കണം, ഫിഗറിന്റെ കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യണം. പിന്നീട് നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി അവസാനം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടോ. ഓക്കെ.